ഹലോ എവ്രി വൺ, നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി കർവാചൗത്ത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർവാചൗത്തിനും ദിവാളിക്കാണെങ്കിൽ നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കി നല്ല അടിപൊളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഒരു 2 കപ്പ് കടലമാവും കൊണ്ട് നമുക്ക് 1 kg വരെ നമുക്കാണെങ്കിൽ സ്വീറ്റ്സ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഏറ്റവും ആദ്യം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബേസൻ്റെ ബർഫിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഒരു 1/2 കപ്പ് നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. നിങ്ങളുടെ ഈ കപ്പ് ഇല്ലെങ്കിൽ മെഷറിങ് കപ്പ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കട്ടോരി എടുത്താൽ മതി കേട്ടോ. എല്ലാ അളവും ആ കട്ടോരി അളവിന് വേണേ എടുക്കാനായിട്ട്. അപ്പോൾ 1/2 കട്ടോരി നമുക്ക് നമ്മൾ നെയ്യ് എടുക്കുകയാണെങ്കിൽ 2 കട്ടോരി, ആ കട്ടോരിക്ക് 2 കട്ടോരി കടലമാവ് എടുക്കണം. അപ്പോൾ ഞാൻ മെഷറിങ് കപ്പ് എടുത്ത കാരണം കൊണ്ട് മെഷറിങ് കപ്പിലെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഞാനാണെങ്കിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. 2 കപ്പിന് 250 ml കപ്പിന് 2 കപ്പ് ഞാനാണെങ്കിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല. കടലമാവ് വെന്തില്ലെങ്കിൽ വായിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന കൂട്ടം നമുക്കങ്ങ് തോന്നും കേട്ടോ, കടലമാവ് വെന്തില്ലെങ്കിൽ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ചെയ്യണം. ഒരു 20 തൊട്ട് 25 മിനിറ്റ് സമയം പിടിക്കും. ആ നേരം കൊണ്ട് നമുക്ക് കടലമാവൊക്കെ വെന്ത് പാകത്തിനായി കിട്ടും കേട്ടോ. അപ്പോൾ ഉച്ച സമയം ചെയ്യുമായിരുന്നു. പുറത്ത് റൂമിനകത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു അടുക്കളയിലൊക്കെ കേട്ടോ. അപ്പോൾ എന്നാൽ അടുക്കളയിൽ ഫാനൊക്കെ ചാലുവാക്കി ലോ സ്പീഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കുക്ക് ചെയ്യാൻ നമുക്ക് ഈസി ആവുമല്ലോ. കുറച്ച് സമയം അധികം എടുക്കുന്ന കാര്യം. തീർത്തി ഒന്ന് പിടിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതേ കണ്ടോ, ഈ ഒരു പാകം വേണം ചെയ്യാനായിട്ട്. ഇത്രയും പാകമായി കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞാനാണെങ്കിൽ ഒരു 250 ഗ്രാം ഞാൻ കോയ എടുത്തിട്ടുണ്ട്. കോയ അല്ലെങ്കിൽ മാവാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് മാർക്കറ്റ് കിട്ടത്തില്ല, അത് തന്നെ ഞാൻ മേടിച്ചേക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് മേടിച്ച് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 250 ഗ്രാം ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിനകത്ത് ഒത്തിരി മോയ്സ്ചറും വെള്ളമൊക്കെ കാണും കേട്ടോ, അതെല്ലാം പോയി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ബർഫി നമുക്ക് സെറ്റായി കിട്ടത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ചൂടായി വരുന്നതനുസരിച്ച് കണ്ട സൈഡിൽ നിന്നൊക്കെ വെള്ളം കണ്ടോ വിട്ട് വരുന്നത്. അതുപോലെ അതൊന്നും വിട്ട് വരാൻ പാടില്ല. പാനിൽ ഒട്ടാത്ത രീതി വേണം ആക്കിയത്. ഇപ്പോൾ ഇപ്പോൾ കടായിൽ നിന്നൊക്കെ വിട്ട് പാകത്തിനായി വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലിട്ട് മാറ്റി കൊടുക്കാം. നമുക്കാണെങ്കിൽ ഇത് വേറൊരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ആ കപ്പിന് തന്നെ നമ്മൾ കട്ടോരി എടുക്കുകയാണെങ്കിൽ കട്ടോരി അളവ് എടുത്താൽ മതി. അപ്പോൾ ആണെങ്കിൽ ആ കപ്പിന് തന്നെ 1.5 കപ്പ് ഞാനാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 3/4 കപ്പ് വെള്ളം ആ കപ്പിന് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതാണെങ്കിൽ ഒരു നൂൽ പാകം നമ്മൾ പറയത്തില്ല, ആ പാകത്തിന് വേണം ചെയ്യാനായിട്ട്. ആ പാകം വരെ ആവുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താണ് 2 നുള്ളി ഞാനാണെങ്കിൽ യെല്ലോ ഫുഡ് കളർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട, സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതായത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നൂൽപ്പാകം ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. അത് ഈ സമയമൊന്നും പിടിക്കത്തൊന്നുമില്ല. ഒരു 3-4 മിനിറ്റിൻ്റെ അടുത്ത് തന്നെ അത്രയും സമയം പിടിക്കട്ടുള്ളൂ കേട്ടോ. 4-5 മിനിറ്റ്, ടോട്ടൽ 5 മിനിറ്റ് അത്രയും സമയം പിടിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഇരിക്കണം. ദേ കണ്ട ഈ ഒരു പാകം വേണം, ഇങ്ങനെ ചെയ്യണേ. നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് വിട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞാന്തി പോകുന്നില്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ മറന്നുപോയി കേട്ടോ, ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുമായിരുന്നു. നിങ്ങളിതിട്ട് തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കോയ ആദ്യം ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കടലമാവ് നമ്മൾ വേണമെങ്കിൽ നെയ്ക്കകത്ത് വറുത്ത് വെച്ചേക്കുന്നില്ലേ, അതും കൂടെ നമുക്ക് ആദ്യത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഏത് പ്ലേറ്റിൽ നമുക്ക് വെക്കേണ്ട സെറ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലേറ്റിൽ നമുക്ക് നെയ്യൊക്കെ തടവി ഗ്രീസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ലിക്വിഡായിട്ട് ഇരിക്കുകയാണെന്നുള്ള എങ്ങനെ സെറ്റ് ആവുന്നത്, ഇതൊക്കെ സെറ്റ് ആവും കേട്ടോ. കുറച്ച് നേരം നമുക്ക് സമയം പിടിക്കും, ഒരു 10-15 മിനിറ്റ് സമയം പിടിക്കും കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് സെറ്റ് ആവുന്ന പാകമാകുമ്പം അതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ ഞാനാണെങ്കിൽ ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് പറയാൻ വിട്ടുപോയതാണ്. നിങ്ങളും ഇട്ട് കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ ആദ്യം ലിക്വിഡായിട്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ കണ്ടോ തിക്കായി വരുന്നത്. ഈ പാകമാകുമ്പോൾ നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ മേളിൽ കൂടെ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും കൂടെ ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂറിൻ്റെ സമയം പിടിക്കത്തുള്ളൂ കേട്ടോ, സെറ്റായി വരും. അഥവാ നിങ്ങൾക്ക് അരമണിക്കൂർ സെറ്റ് ആവുന്നില്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് കൊടുത്താൽ മതി. ശരിക്കും നന്നായി പാകത്തിന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബേസൻ്റെ ബർഫി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ദീപാവലിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ തവണ നമുക്ക് പുറത്തുനിന്നൊന്നും സ്വീറ്റ്സ് മേടിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് തുച്ഛമായ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും നമുക്ക് സേഫായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമെന്ന് എന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.